നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡെങ്കിലും നമ്മൾ ജസ്റ്റ് കീ ഓൺ ചെയ്തിട്ട് ഇഗ്നീഷൻ ഫുൾ ഓൺ ആക്കി, അതായത് നമ്മുടെ മീറ്റർ കൺസോളിലെ ലൈറ്റ് ഫുൾ ഓൺ ആക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റാണ്. ജസ്റ്റ് ഞാൻ എല്ലാവരും ഷെയർ ചെയ്യാണ്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, പക്ഷേ ഈ രീതിക്ക് ചെയ്യാതെ 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ജസ്റ്റ് അതും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യണം. ഏതായാലും ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ജ്വല്ലർ ഉല്ലാസാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹോണ്ട സിറ്റി 3 വർഷമായി ക്ലച്ച് ചവിട്ടി നേരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നോ ഇഷ്യൂസ്. ഈ രീതിയിലാണ് അവരുടെ ഓണേഴ്സ് മാനുവലിലും പ്രയോറിറ്റി പറയുന്നത്. അല്ലാതെ 2 സ്റ്റോപ്പ് ആയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? ഇത്രയും സൗകര്യമുള്ളപ്പോൾ. ശരിയാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നോ പ്രോബ്ലം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വാഹനത്തിൻ്റെ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ പുഷ് സ്റ്റാർട്ട് വാഹനമാണ്. നമ്മൾ സംസാരിച്ചും പുഷ് സ്റ്റാർട്ട് വാഹനത്തിനെ കുറിച്ചാണ്. പുഷ് സ്റ്റാർട്ട് വാഹനം നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു മാനുവൽ വാഹനമാണെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വാഹനത്തിൻ്റെ പുഷ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സഡനായിട്ട് സ്റ്റാർട്ട് ആകുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 1 സെക്കൻഡ്, അതായത് ഒന്ന് പ്രസ് ചെയ്തു, അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഇഗ്നീഷൻ്റെ സ്വിച്ച് ഞാൻ ഒന്ന് പ്രസ് ചെയ്തു, ഇപ്പം നമ്മുടെ ACC ഓണായി. ഒന്നുകൂടെയും പ്രസ് ചെയ്തു, ഇപ്പം നമ്മുടെ ഇഗ്നീഷൻ ഫുൾ ഓണായി. ഓക്കെ, നിങ്ങൾക്കതിപ്പോൾ കാണാൻ സാധിക്കും, ഇഗ്നീഷൻ ഫുൾ ഓണായിട്ടുണ്ട്. ഇനി ഞാനത് ഒന്നുകൂടെ പ്രസ് ചെയ്തത് ഫുൾ ഓഫ് ആവും, പക്ഷേ ഞാൻ ക്ലച്ച് ചവിട്ടിയില്ല, അതുകൊണ്ടാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്തു, ACC ഓണായി. ഒന്നുകൂടെ പ്രസ് ചെയ്തു. ഇനി ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും പുഷ് ടു സ്റ്റാർട്ട്. ഇനിയിപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നു ആ മീറ്ററിലെ ലൈറ്റ് എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ആവും. അല്ലാതെ ക്ലച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഈ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ വാഹനം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കീ ഓൺ ആക്കുന്നത് പോലെ, അതായത് ഇഗ്നീഷൻ ഓൺ ആക്കി ഒരു 2 സെക്കൻഡ് ഇടുന്നത്, അതായത് ക്ലച്ച് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ബട്ടൺ ഓൺ ചെയ്ത് ഒരു വട്ടം പ്രസ് ചെയ്ത് ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇഗ്നീഷൻ ഓൺ ആവുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് ലോഡായി നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള പ്രഷർ, അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ പ്രഷർ എല്ലാം കറക്റ്റാക്കി വെക്കും. അല്ലാത്ത പക്ഷം ഒരു അല്പം കൂടെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കറങ്ങേണ്ടി വരും, അതായത് സ്റ്റാർട്ടർ അത്രയും കൂടെ ലോഡ് എടുക്കും. ഈ ഒരു ലോഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് പറയുന്ന പോലെ ബാറ്ററിയുടെ കൺസപ്ഷനും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഈ പറഞ്ഞൊരു രീതി ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം 3 വർഷം എന്ന് പറയുമ്പോൾ പുതിയൊരു വാഹനമായതുകൊണ്ട് അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാലക്രമേണയാണ് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് വന്നു തുടങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും കമ്പൽ ചെയ്യത്തില്ല, അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് ഒരിക്കലും പറയത്തില്ല. അത് വാഹനം യൂസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു അഡ്വൈസ് മാത്രമാണ് തന്നത്. ആസ് എൻ അഡ്വൈസർ, ഞാനൊരു അഡ്വൈസർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്വൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും.